സമൂഹമാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണത്തിൽ അർജുന്റെ കുടുംബം പരാതി നൽകി. 2 ദിവസം മുൻപുള്ള കുടുംബത്തിന്റെ വാർത്താസമ്മേളനം എഡിറ്റ് ചെയ്ത് മറ്റൊരു ശബ്ദം ചേർത്ത് പ്രചരിപ്പിക്കുന്നതായാണ് പരാതി. കോഴിക്കോട് സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. സൈബർ ആക്രമണത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. അർജുനെ കണ്ടെത്താൻ സൈന്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ച ദിവസം കുടുംബം നടത്തിയ വാർത്താ സമ്മേളനം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതിലാണ് കുടുംബം പരാതി നൽകിയത്. വാർത്താ സമ്മേളനത്തിൽ അർജുന്റെ മാതൃസഹോദരി സൈന്യത്തിനെതിരെ സംസാരിക്കുന്നു എന്ന രീതിയിലാണ് പ്രചാരണം. പ്രചരിക്കുന്ന വീഡിയോയിൽ മാതൃസഹോദരിയുടേതെന്ന പേരിൽ എഡിറ്റ് ചെയ്ത ശബ്ദം ഉപയോഗിക്കുന്നുവെന്നാണ് പരാതി. പരാതിയിൽ കോഴിക്കോട് സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. ഇങ്ങനെ മനുഷ്യന്മാരുണ്ടല്ലോ എന്നുള്ളതാണ്. ഇങ്ങനെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ആ കുടുംബത്തിന് നേരെ മനുഷ്യപ്പറ്റില്ലാത്ത ഇത്തരം പ്രവർത്തനം നടത്തുന്നവരെ കർക്കശമായി നേരിടേണ്ട നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണത്തിനെതിരെ ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും പരാതി നൽകി. വിദ്വേഷ പ്രചാരണം നടത്തിയ ഓൺലൈൻ ചാനലുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ഷിരൂരിലെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ കർണാടക സർക്കാരിനെതിരെ മര്യാദഘട്ട പ്രചാരണങ്ങൾ നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇവിടെ നമുക്ക് കവളപ്പാറയിൽ 10 ദിവസം കഴിഞ്ഞ ആളെ കിട്ടിയിട്ടുണ്ടല്ലോ, ഇല്ലേ? ആളെ കിട്ടിയിട്ടില്ലേ? അപ്പൊ അതൊരു പ്രോസസ്സാണ്. അതിനെ ഇങ്ങനെ ഈ വാർത്ത കൊടുത്തും നെഗറ്റീവ് സാധനങ്ങൾ പറഞ്ഞും അവരെ നിരുത്സാഹപ്പെടുത്തുകയും ഒരു കർണാടകത്തിന് എതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. അതേസമയം അർജുനെ കണ്ടെത്താനായി നടത്തുന്ന തെരച്ചിലിന്റെ 10ാം ദിവസത്തിലും പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണ് കുടുംബവും നാടൊന്നാകെയും. മീഡിയ 1 കോഴിക്കോട്.